കള്ളപ്പണിക്കർ ഗണപതി വട്ടജി വിവാദം കൊഴുക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഗണപതി വട്ടജി എന്ന് വിളിച്ച് പരിഹസിക്കുകയും മകന്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുടങ്ങിയവ ചർച്ചയാക്കുകയും ചെയ്ത സജീവ സംഘപരിവാർ സഹയാത്രികൻ ശ്രീജിത്ത് പണിക്കർക്കെതിരെ കൂടുതൽ ബി.ജെ.പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്രി നിരീക്ഷകനായ കള്ളപ്പണിക്കർ എന്ന് ശ്രീജിത്തിനെ കെ സുരേന്ദ്രൻ അധിക്ഷേപിച്ചതോടെയാണ് വിവാദത്തിന് തുടക്കമായത്. ഇതിനു പിന്നാലെ പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് പരിഹസിച്ച് ശ്രീജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്നത്. സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി.ജെ.പി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ലെന്നാണ് ബി.ജെ.പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് നൽകുന്ന മുന്നറിയിപ്പ്. ആക്രി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. പ്രസിഡന്റ് ആരായാലും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജെ.പി നദ്ദയുടെയും എല്ലാം പ്രതിനിധിയാണ്. പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി.ജെ.പി പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല. സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമായിരിക്കും. അതുവെച്ച് ബി.ജെ.പിയെ അളക്കരുത്. ഇത് പാർട്ടി വേറെയാണ് എന്നാണ് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ബി.ജെ.പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജുവും ശ്രീജിത്ത് പണിക്കരെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കാത്ത ചില ആക്രി നിരീക്ഷകരുടെ കഠിനമായ പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA 20% വോട്ടും ഒരു പാർലമെന്റ് സീറ്റും നേടിയത്. സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആക്രി നിരീക്ഷകർ വിചാരിക്കും പോലെ ഇത് കോൺഗ്രസ് അല്ല, നരേന്ദ്രമോദിയുടെ ബി.ജെ.പിയാണ്. നദ്ദാജിയും കെ സുരേന്ദ്രനും നയിക്കുന്ന ബി.ജെ.പിയാണ്. പുരപ്പുറത്തിരുന്ന് ഇനിയും കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിടും. ഒരു കാര്യവുമില്ല എന്നാണ് കുറിപ്പ്. ഇന്ത്യയുടെ പടമുള്ള കോട്ടിട്ട് രാജസ്നേഹം മുഴക്കുന്ന ഈശ്വരന്മാരെയും മറുനാടനെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിങ്ങൾ കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകുമെന്നാണ് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണുനാരായണന്റെ പ്രതികരണം. ഉള്ളി എന്നുപയോഗിച്ചാൽ അത് കെ സുരേന്ദ്രൻ എന്ന നെറേറ്റീവ് CPM ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും സംഘികളാണെന്നും മറ്റൊരു സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജറുമായ ഷാബു പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. മലബാർ ഭാഗത്ത് ജോത്സ്യന്മാരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് പണിക്കർ എന്നാണ്. ജോത്സ്യനെ കാണാൻ പോകുന്നു എന്ന് തിരുവിതാംകൂറിൽ പറയുന്നത് പോലെ പണിക്കരെ കാണാൻ പോകുന്നു എന്നാണ് മലബാറിൽ പറയുക. ബി.ജെ.പിയുടെയും സുരേഷ് ഗോപിയുടെയും സാധ്യതകളെപ്പറ്റി ഘോരഘോരം വാദിച്ച് അവസാനം കേന്ദ്ര നേതൃത്വത്തിന്റെയും മോദിയുടെയും ഇടപെടലിലൂടെ സുരേഷ് ഗോപി വന്നതിൽ അമർഷമുള്ള ബി.ജെ.പി നേതൃത്വം തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് വാദിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമ പണിക്കന്മാരും ഇടതു വലതുപക്ഷ പണിക്കന്മാരും റെജി ലൂക്കോസ്, ലാൽകുമാർ എന്നിവരടക്കമുള്ള നിരീക്ഷണ പണിക്കന്മാരുമാണ്. ഈ പണിക്കന്മാരെയാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് വിശ്വസിക്കാനും പ്രതികരിക്കാനുമുള്ള ശ്രീജിത്ത് പണിക്കരുടെ ജനാധിപത്യപരമായ അവകാശത്തെ മാനിക്കുന്നു. എവിടെയൊക്കെ പണിക്കർ എന്ന് കേട്ടാലും അത് താൻ തന്നെ എന്ന് വിശ്വസിക്കാനുള്ള അവകാശത്തെയും ബഹുമാനിക്കുന്നു എന്നും ഷാബു പ്രസാദ് കുറിപ്പിൽ പറയുന്നു. കെ സുരേന്ദ്രന്റെ വിമർശന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായതിന് പിന്നാലെയാണ് സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടത്. ചില ആക്രി നിരീക്ഷകർ ചാനലുകളിൽ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന്. വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന് കള്ളപ്പണിക്കരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം. ഇതിന് പിന്നാലെ ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന ചിത്രത്തിനൊപ്പം ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് കുറിപ്പും എത്തി. ഗണപതി വട്ടജി എന്ന് വിളിച്ചാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. മകന്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാതെ നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും കുറിപ്പിൽ പറയുന്നു. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്നും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നുണ്ട്.